നന്ദിപുലം മിഴി സാംസ്കാരിക വേദിയുടെ നമ്മുടെ കളിസ്ഥലം എന്ന ആശയം സാംസ്കാരിക കേരളത്തിന് മാതൃകയാകുന്നു. ഒരു നാടിനു വേണ്ടിയുള്ള ഈ തലമുറയുടെ സമർപ്പണമാണിത്. ഒരു നാടിന്റെ ആഗ്രഹമാണിത്. എല്ലാവർക്കും എല്ലാ കാലത്തേക്കുമായി ദേശാതിർത്തികളില്ലാതെ ഒരു പൊതു കളിസ്ഥലം. ഒപ്പം നീണ്ടകാലത്തെ അധ്വാന ജീവിതത്തിന് ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന വയോജനങ്ങൾക്ക് ഒരു വിശ്രമ കേന്ദ്രവും. വരന്തരപ്പള്ളി പഞ്ചായത്ത് 19-ാം വാർഡിലെ തെക്കേ നന്ദിപുലം മിഴി സാംസ്കാരിക വേദിയുടെ ഈ ആശയം ഒരു നാട് ഒന്നടങ്കം ഏറ്റെടുക്കുകയായിരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നന്ദിപുലം വില്ലേജിൽ TK രാമകൃഷ്ണൻ എന്ന സ്വകാര്യ വ്യക്തിയുടെ 53 സെന്റ് സ്ഥലമാണ് ഇവർ നാടിന്റെ കളിസ്ഥലമായി സ്വന്തമാക്കുന്നത്. സെന്റിന് 60,000 രൂപ നിരക്കിലാണ് സ്ഥലം വാങ്ങുന്നത്. സ്ഥലത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 50 ലക്ഷം രൂപ സമാഹരിക്കുകയാണ് ആദ്യ ലക്ഷ്യം. മാരകലഹരിയുടെ ലോകത്തേക്കും മതാന്ധതയുടെ വെറുപ്പിലേക്കും രാഷ്ട്രീയ വിദ്വേഷങ്ങളിലേക്കും വരും തലമുറയെ തള്ളിയിടാൻ തങ്ങൾ തയ്യാറല്ലെന്ന സന്ദേശമാണ് ഇവർ സമൂഹത്തിന് നൽകുന്ന പാഠം. മിഴി സാംസ്കാരിക വേദി ഇപ്പോൾ ഒരു പുതിയ അധ്യായമാണ് നമ്മൾ എഴുതി ചേർക്കാൻ പോണത്. നമ്മുടെ നാട്ടിലൊരു കളിസ്ഥലമില്ല. അപ്പോൾ എല്ലാ നാടിൻ്റെയും കുട്ടികൾ കളിച്ച് വളരേണ്ടതാണ് അത്യാവശ്യം. ആ സമയത്ത് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ വഴി തെറ്റിയിട്ട് പോകുന്നത് ലഹരിയിലേക്കാണ്. അതും മാരകമായ രാസലഹരിയിലേക്കാണ് പോണത്. അപ്പോൾ അതിനൊക്കെ ഒരു തടയിടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ മിഴിയുടെ നേതൃത്വത്തിൽ ഒരു 53 സെൻറ്റ് സ്ഥലം ഒരു കളിസ്ഥലത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. 2.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. ഇനി നമ്മൾ അത് ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് അത് ജനുവരിയോടുകൂടി തീരെടുത്തിട്ട് മറ്റുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു 50 ലക്ഷത്തോളം രൂപ നമുക്ക് ചിലവ് വരും. ആ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. പിന്നെ ഒരു PSC കോച്ചിങ് ക്യാമ്പ്, കോച്ചിങ് സെൻറ്റർ പോലെ. അതോടൊപ്പം ഒരു ബിൽഡിങ് നമ്മൾ അവിടെ ഒരു 5 സെൻറ്റിൽ ഒരു ചെറിയ ബിൽഡിങ് വായനശാല അടക്കം പണിയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു PSC കോച്ചിങ് സെൻറ്ററും ക്ലബിൻ്റെ ഓഫീസും അങ്ങനെയൊക്കെയുള്ള ക്ലബിന് ഇപ്പോൾ ഒരു ഓഫീസ് ഉണ്ട്, നമ്മുടെ മുകളിലുണ്ട്. അതിന് എല്ലാ ജനങ്ങളും സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 3 ലക്ഷം മുതൽ അങ്ങോട്ട് താഴേക്ക് കണ്ടമാനം 1,50,000, അത് 1 സെൻറ്റിൻ്റെ പൈസ 60,000, അര സെൻറ്റിൻ്റെ, 1/4 സെൻറ്റ് അങ്ങനെയൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്രതികരണമാണ്, നല്ല റെസ്പോൺസാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. തങ്ങൾക്കായി സ്വന്തം കളിസ്ഥലം ഒരുങ്ങുന്നതിന്റെ ത്രില്ലിലാണ് നാട്ടിലെ കൊച്ചു കൂട്ടുകാരും. വളരെ സന്തോഷം. കുറേ നാളായിട്ട് ഞങ്ങൾ ഇവിടെ കളിക്കാനൊന്നും സ്ഥലമില്ലാണ്ട് പാടത്തൊക്കെ താൽക്കാലികമായ സ്ഥലത്താണ് കളിക്കാറ്. അപ്പോൾ ഒരു സ്ഥിരമായൊരു സ്ഥലം വരുന്നതിന് എല്ലാവർക്കും സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരുടെ സഹകരണമൊക്കെ കൂടി ഉണ്ടായാൽ ഇത് പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. എല്ലാവരും സഹകരിക്കുക. ഇവിടെ ഈ കളിസ്ഥലം വേണമെന്ന് കുറേ നാളായി ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. പദ്ധതിക്കായി 50 ലക്ഷം രൂപ സമാഹരിക്കുക എന്നത് വലിയ കടമ്പയായി കരുതിയെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന നാടിന്റെ പിന്തുണ വിസ്മയിപ്പിക്കുന്നതാണെന്നും ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകുവാൻ ഊർജമാണ് ഈ പിന്തുണയെന്നും മിഴി എക്സിക്യൂട്ടീവ് മെമ്പർ സജി ആത്മവിശ്വാസത്തോടെ പറയുന്നു. മിഴി ഇങ്ങനെ ഒരു തുടക്കമിട്ടപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ പൂർത്തീകരിക്കുന്നുള്ളത്. വളരെ ആശയപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് നൽകുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരു 3-4 മാസം പിന്നിട്ടിരിക്കുകയാണ്. അതിൽ ബഹുജനങ്ങളുടെ നല്ലൊരു പങ്കാളിത്തം, നല്ലൊരു സപ്പോർട്ട്. നമ്മൾ ഈ ഏറ്റെടുത്തതിൻ്റെ വിജയം 100 ഇരട്ടിയാവും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് നൽകുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. ഞങ്ങൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങൾ. നമുക്ക് തുടക്കത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ള ഒരു ആശയം പലരുടെ ഒരു സമന്വയമായിരുന്നു. ആശയങ്ങളുടെ എല്ലാം ഒരു സമന്വയം, ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളുടെ ഒരു സമന്വയമായിരുന്നു. അതിപ്പോൾ നമ്മൾ വിപുലീകരിച്ചു. അത് നമ്മൾക്കിപ്പോൾ വയോജനങ്ങൾക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്പോർട്സ് പരിശീലനങ്ങൾക്ക് അപ്പോൾ എത്രയും വേഗം അത് പൂർത്തീകരിക്കും. എല്ലാവരുടെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദി കൂടി ഞങ്ങൾ പറയാം. നാടിന്റെ കളിസ്ഥലത്തോടൊപ്പം വയോജനങ്ങൾക്കായി ഒരു വിശ്രമ കേന്ദ്രം കൂടിയെന്ന ആശയം മഹത്തരമാണെന്നും സാധാരണക്കാരായ പ്രദേശവാസികളോടൊപ്പം സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നും സഹായങ്ങൾ എത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും സ്ഥലമെടുപ്പ് കമ്മിറ്റി അംഗം ഷീജ നാരായണൻ പറഞ്ഞു. ലഹരിക്കെതിരെ കളിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു നാട് ഒന്നായി ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും, അതിപ്പോൾ അത്രയും വലിയ ഫിനാൻഷ്യലി വലിയ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഗ്രാമമല്ല അത്. എന്നിട്ട് പോലും ഓരോ വീട്ടുകാരും അവർക്ക് പറ്റണേലും അധികമാണ് ഒരു സെൻറ്റ് 1/2 സെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും അവർ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ല, അവർ മനസ്സറിഞ്ഞ് തരുന്ന തുകകളാണ്. അപ്പോൾ നമ്മൾ പാതി വഴിക്ക് എത്തിയിട്ടുള്ളൂ, ഇനിയും പാതി ദൂരം കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാവരുടെയും സഹകരണമുണ്ട്.
എങ്കിൽ കൂടിയും മറ്റ് പുറത്തുനിന്നുള്ള സഹായങ്ങളും കൂടി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഏറെ ദൂരം നടക്കാതെ തന്നെ പെട്ടെന്ന് എത്താൻ സാധിക്കും. താങ്ക് യു. പദ്ധതിയിലേക്ക് വേണ്ട 50 ലക്ഷം രൂപയിൽ പകുതിയോളം ഇവർ സമാഹരിച്ചു കഴിഞ്ഞു. തവണകളായി മറ്റും പദ്ധതിയിലേക്ക് സഹായങ്ങൾ നൽകുന്നവരും വിദേശത്തെ സുഹൃത്തുക്കളും ഇവരുടെ പ്രയത്നങ്ങൾക്ക് കൈത്താങ്ങാണ്. കളിസ്ഥലവും വയോജന വിശ്രമ കേന്ദ്രവും ലൈബ്രറിയും റീഡിംഗ് റൂമും ഉൾപ്പെടുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് നാടിനു വേണ്ടി മിഴിയുടെ ലക്ഷ്യമെന്ന് പദ്ധതിയുടെ ജനറൽ കൺവീനർ ടി വി രാജേഷ് പറഞ്ഞു. ഈ പദ്ധതിക്ക് ഞങ്ങൾ 3 ലക്ഷ്യങ്ങളാണ് കാണുന്നത്. 3 ലക്ഷ്യങ്ങൾ. ഒന്ന്, ഈ കുട്ടികൾ ഇപ്പോൾ ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ കുട്ടികൾ കൂടുതൽ സമയം മൊബൈലിൽ ഇതിൻ്റെ സ്ക്രീനിൽ ചിലവഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കാര്യം. രണ്ടാമത്തത്, അപ്പോൾ അവരെ അതിൽ നിന്ന് പിൻവലിപ്പിച്ചിട്ട് നമുക്ക് അവരോട് ബോധവൽക്കരണ കാര്യങ്ങൾ, നിങ്ങൾ അതിൽ ഇത്ര സമയം നിങ്ങൾ മൊബൈലിൽ ഇരിക്കരുത്, നിങ്ങൾക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തെ ബാധിക്കും, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയുന്നതിന് പകരമായിട്ട് നമ്മളൊരു ബദൽ വെക്കുകയാണ്. നിങ്ങൾ ഇതിന് പകരം നിങ്ങൾ ഇത്തരം നിങ്ങളുടെ ഏറ്റവും കൗമാരോ അല്ലെങ്കിൽ ബാല്യമോ കളിച്ചു തീർക്കേണ്ടത് മൈതാനത്തിലാണ്. കളിക്കളത്തിൽ കളിച്ചു തീർക്കേണ്ട സമയത്ത് നമ്മൾ മൊബൈലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ അതിനെ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഈ ഇപ്പോൾ കൗമാരക്കാരിലും അല്ലെങ്കിൽ ഒക്കെ ഇപ്പോൾ സ്കൂളുകളിലോ കോളേജുകളിലൊക്കെ പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരി വലിയൊരു പ്രശ്നമായിട്ട് സാമൂഹിക വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും, ഇപ്പോൾ ഉൾഗ്രാമങ്ങളിൽ പോലും ലഹരി വലിയ വിപത്താണ്. ഇതിനെതിരെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിന് ഒരു മറുപടി, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ഒരു ലഹരിയിലേക്ക് കടക്കുക അത്ര എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നില്ല. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വേണ്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ക്യാപ്ഷനിലുണ്ട്, എന്നും എല്ലാവർക്കും എല്ലാ കാലത്തേക്കുമുള്ള ഒരു വലിയ സംരംഭമാണിത്. ഈ നാടിൻ്റെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നാട് അതിന്റെ സംസ്കാരത്തിലേക്ക് ഒത്തൊരുമയുടെ, പരസ്പര ബഹുമാനത്തിന്റെ, അനുകമ്പയുടെ ഒരു ഏട് കൂടി തുന്നിച്ചേർക്കുകയാണ്. എല്ലാവർക്കും എല്ലാ കാലത്തേക്കുമായി ദേശാതിർത്തികളില്ലാതെ ഒരു പൊതു കളിസ്ഥലമെന്ന മഹത്തായ ആശയത്തിലൂടെ. വ്യക്തിപരമായ അജണ്ടകളില്ലാതെ, പ്രതിഫലേച്ഛയില്ലാതെ, വരും തലമുറയുടെ നന്മ മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ കളിസ്ഥലമെന്ന പദ്ധതിയിലൂടെ നന്ദിപുലം മിഴി സാംസ്കാരിക വേദി മുന്നോട്ട് വയ്ക്കുന്നത്. ബൃഹത്തായ പദ്ധതിയിലേക്ക് ഏറെ ദൂരം നടക്കാനുണ്ടെങ്കിലും ഒരു നാട് നൽകുന്ന പിന്തുണയാണ് ഇവരുടെ ഊർജം. നാടിനായി സ്വന്തം ഒരു കളിസ്ഥലം, നമ്മുടെ കളിസ്ഥലം, നമ്മുടെ കുട്ടികൾ കളിച്ചു വളരട്ടെ. ക്യാമറാമാൻ ലിജീഷിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.